നിങ്ങളുടെ ജീവിതത്തിന് ഒരു താളമുള്ളതായിട്ട് തോന്നിയിട്ടല്ലേ? ജീവിതത്തിലുള്ള താളത്തെയും ക്രമത്തെയും കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. പറയുന്നത് ഇങ്ങനെയാണ്: rhythm and order of life create health, balance and well-being when we live naturally. ജീവിതത്തിന്റെ താളവും ക്രമവും. ഈ പരമ്പരയിൽ രണ്ടാമത്തെ താളവും ക്രമവും എന്നുള്ള പരമ്പരയിൽ രണ്ടാമത്തെ അധ്യായമാണ്. ജീവിതം സ്വാഭാവികമായ താളത്തിലും ക്രമത്തിലും നിരന്തരം പ്രവർത്തിക്കുമ്പോഴാണ് ആരോഗ്യം, സന്തുലിതാവസ്ഥ, മാനസിക വ്യക്തത, ജീവിത സുഗമത എന്നിവ നിലനിൽക്കുന്നത്. എന്നാൽ അസ്വാഭാവിക ശീലങ്ങളും തെറ്റായ ജീവിത രീതികളും ആന്തരിക അസന്തുലിതാവസ്ഥ സൃഷ്ടിച്ച് നമ്മുടെ ചിന്തകളെയും തീരുമാനങ്ങളെയും ബന്ധങ്ങളെയും ബാധിക്കുകയും ജീവിതത്തിന്റെ സ്വാഭാവിക ഒഴുക്ക് തകർക്കുകയും ചെയ്യുന്നു. ഇതെങ്ങനെ മാറാമെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിപ്പോ സംസാരിക്കുന്നത്. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഇവരെയും നയിക്കുമാറാകട്ടെ. പ്രപഞ്ചത്തിലെ എല്ലാം ആവർത്തിത ചലനങ്ങളിലൂടെ പോകുന്നുവെന്നും അതിനെ നാം ബോധ്യപ്പെടുന്നതാണ്, അതിനെ ബോധ്യപ്പെടാനുള്ള മനസ്സിന്റെ അളവുകോലാണ് ക്രമം എന്ന് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു. അത് പ്രപഞ്ചത്തില്, ജീവിതത്തില്, ശരീരത്തില്, കോശങ്ങളില്, സമൂഹത്തില്, പരിസ്ഥിതിയില്, മനസ്സില് ഒക്കെ ഇത് സംഭവിക്കുന്നു എന്നും നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമ്മൾ ജീവിതത്തിന്റെ താളവും ക്രമവും എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മൾ ജീവിതത്തെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും, ചിലരുടെ ജീവിതം വളരെ സുഗമമായിട്ട് പോകുന്നത് കാണാം, ചിലരുടെ ജീവിതം ഭയങ്കര അസ്വസ്ഥമായി പോകുന്നത് കാണാം. ഈ സുഗമമായി പോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ അവര് അതിസമ്പന്നതയിൽ ജീവിക്കുന്നവരോ അങ്ങനെയൊന്നും ആകണമെന്നൊന്നുമില്ല. സാധാരണക്കാർ, വളരെ സാധാരണക്കാർ, പക്ഷെ അവരുടെ ജീവിതം വളരെ ഈസി ആയിട്ട് ഒഴുകി ഇങ്ങോട്ട് മുൻപോട്ട് പോകും. ചിലരുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാകും, പക്ഷെ ജീവിതത്തിന് അസ്വസ്ഥതയായിരിക്കും കൂടുതൽ, എപ്പോഴും ഫ്രിക്ഷൻ ആയിരിക്കും ഉണ്ടാവും. അപ്പൊ ഇതെന്തുകൊണ്ടാണെന്നുള്ളതാണ്. ഈ ജീവിതം സ്റ്റേബിൾ ആകുന്നത് സ്വാഭാവിക താളത്തിലായിരിക്കുമ്പോഴും സ്വാഭാവിക ക്രമത്തിലായിരിക്കുമ്പോഴും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു തുടർച്ചയാണല്ലോ. തുടർച്ച നിരന്തര പ്രക്രിയയാണ്, നിരന്തരം നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഒഴുക്കാണ് ജീവിതം എന്ന് പറയുന്നത്. ഈ ജീവൻ ഒരിടത്തുണ്ടെങ്കിൽ അവിടെ ചലനമുണ്ട്, അതിന്റെ തുടർച്ചയാണ് ജീവിതമായിട്ട് വരുന്നത്. ജീവനുള്ളിടത്ത് ചലനം, ചലനമുള്ളിടത്ത് അതിന്റെ ആവർത്തനത്തിന്റെ ഒഴുക്ക്, ഇതാണ് ജീവിതം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോ നോക്കൂ, ശ്വാസോച്ഛ്വാസം എന്നുള്ളത് ആവർത്തിച്ച് നടക്കുന്നു, അത് നിൽക്കുന്നില്ല, ഇങ്ങനെ നിരന്തരം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ സംഭവിക്കുന്നതിനനുസരിച്ച്, ആ നിരന്തരമുള്ള ഈ സംഭവത്തിനനുസരിച്ച് നമ്മുടെ ജീവൻ നിലനിന്ന് ഇങ്ങനെ പോകുന്നു. ഹൃദയം നിരന്തരം പിടിക്കുന്നത് വഴി ആ രക്തചംക്രമണം എന്നുള്ള പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കുന്നു. എന്നുവെച്ചാൽ ഒരു ഹൃദയമിടിപ്പ് കൊണ്ട് രക്തചംക്രമണം പൂർത്തിയാവുമില്ല, അത് തുടർച്ചയായി ആവർത്തിച്ച് സംഭവിക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത്, അല്ലെ, രക്തചംക്രമണം സംഭവിക്കുന്നത്. അപ്പോൾ ജീവൻ നിലനിൽക്കുന്നത് തന്നെ ആ നിരന്തരമായ ചലനത്തിലൂടെയാണ്. ആ നിരന്തര ചലനത്തെയാണ് നമ്മൾ ജീവിതം എന്ന് വിളിക്കുന്നത്. ആ ജീവിതമുള്ള ഈ ശരീരമുണ്ടല്ലോ, ആ ശരീരത്തിന് ഈ പറഞ്ഞ ആവർത്തനമുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ, ആവർത്തന ചലനമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ താളമുണ്ട് എന്ന് നമുക്ക് പറയാം. ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും താളമുണ്ട്. ഇപ്പോ ഉറക്കം, ദഹനം, ശ്വാസം, ഇതെല്ലാം ക്രമത്തിൽ നടക്കണം, അല്ലെ. ഈ ദഹനം എന്നുള്ളതിന് നമുക്കറിയില്ല, നമ്മൾ തോന്നുമ്പോ കഴിക്കും, തോന്നുമ്പോ ഉറങ്ങും എന്നുള്ളതൊക്കെ. ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്നത് അങ്ങനെയല്ല, നിരന്തരം സംഭവിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇതെല്ലാം ക്രമത്തിൽ നടക്കുമ്പോഴാണ് ആരോഗ്യമുണ്ടാകുക, അല്ലെ. ഉറക്കത്തിന്റെയും ശ്വാസത്തിന്റെയും ദഹനത്തിന്റെയും ഒക്കെ ആ ക്രമം താളത്തിൽ സംഭവിക്കുമ്പോഴാണ് ആരോഗ്യം എന്നുള്ളത് തന്നെ ഉണ്ടാവുക. അപ്പോ ഈ താളം തെറ്റുന്നു എന്നിരിക്കട്ടെ, ഉറക്കത്തിന്റെ താളം തെറ്റി, ഭക്ഷണത്തിന്റെ താളം തെറ്റി. ആ താളം തെറ്റുന്ന സമയത്ത് ജീവിതം അസ്വസ്ഥമാകും, അല്ലെ. ഒരു ദിവസം ഉറക്കം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ആകെ നമ്മൾ അസ്വസ്ഥതയിലായിരിക്കും. ശ്വാസം മുട്ടൽ ഉണ്ടാവുക എന്നുള്ളൊരു അവസ്ഥയിൽ ശ്വാസത്തിന് തെറ്റിയാൽ
നമ്മൾ തിന്നുന്ന സാധനങ്ങളിലൊക്കെ ഒരുപാട് കൊഴുപ്പൊക്കെ കൂടിയിട്ട് അവസാനം നമ്മുടെ രക്തധമനികളിൽ അവയൊക്കെ കെട്ടുന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. രക്തമൊഴുക്ക് തടസ്സം വന്നാലും ഹാർട്ട് അറ്റാക്ക് എന്നുള്ളൊരു അവസ്ഥയായി, അല്ലെങ്കിൽ ബ്ലോക്ക് എന്നുള്ള അവസ്ഥയായി, അസ്വസ്ഥതയായില്ലേ. എപ്പോഴും നെഞ്ചുവേദനയും അസ്വാസ്ഥ്യവും, നമുക്ക് വലിയ കയറ്റങ്ങൾ കയറാനോ വലിയ സ്റ്റെപ്പുകൾ കയറാനൊന്നും കഴിയാത്ത, ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോകില്ലേ. അപ്പോ ഈ നിരന്തര താളത്തിന്റെ തടസ്സം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ അസ്വസ്ഥമാക്കും. താളം തെറ്റിയാൽ ജീവിതം അസ്ഥിരമാകും. ജീവിതം സ്ഥിരമായി കൊണ്ടുപോകേണ്ടതാണ്, സുസ്ഥിരമായി പോകേണ്ടതാണ്. അതിന് താളം വേണം. അതിന് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചെറിയ ഒരു ക്രമക്കേട് മതി നമ്മൾ ഇത്രയും വലിയ ശരീരത്തിലെല്ലാം സുഖമായി പോകുന്നു. അതിന്റെ ഇടയിൽ കയ്യിലൊരു ഒരു ചെറിയ കത്തി കൊണ്ടൊന്ന് മുറിഞ്ഞു എന്നിരിക്കട്ടെ, നമ്മൾ അതുകൊണ്ട് നടക്കുകയൊക്കെ ചെയ്യും. ജീവിതത്തിലെ കാര്യങ്ങൾ മുടക്കുകയൊന്നുമില്ല, പക്ഷെ സ്വസ്ഥത പോകും. ചെറിയ ക്രമക്കേട് നമ്മൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ ഇവ ഇങ്ങനെ കൂടി അക്യുമുലേറ്റ് ചെയ്തിട്ട് അത് വലിയ പ്രശ്നങ്ങളായിത്തീരും. ശരീരത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള ആവർത്തനങ്ങൾ എവിടെ തടസ്സപ്പെട്ടാലും അസ്വസ്ഥത ഉണ്ടാവും, ജീവിതത്തിന്റെ ഒഴുക്ക് തടസ്സമാവും. അതുകൊണ്ടാണ് ഈ ഉറക്കക്കുറവ് വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുഴുവൻ, എന്നുവെച്ചാൽ നമ്മൾ രാത്രി എന്തെങ്കിലും ഒരു സിനിമ കാണാനോ അല്ലെങ്കിൽ ഒരു യാത്ര പോകാനോ വേണ്ടി മാറ്റിവെക്കുന്നത് പിറ്റേ ദിവസത്തെ മുഴുവൻ സമയത്ത് ഊർജത്തെയാണ് ഇത് വലിച്ചെടുക്കുക. അപ്പൊ ഇത് നമ്മുടെ അകത്ത് വരുന്ന മാറ്റങ്ങൾ, അകത്ത് ഉണ്ടാവുന്ന ചെറിയ മാറ്റങ്ങൾ കൊണ്ടുണ്ടാവുന്നതാണ്. ഇത് പുറത്തുനിന്ന് വരുന്ന കാര്യങ്ങൾ, ഇപ്പൊ ഭക്ഷണമാണെങ്കിലും അല്ലെങ്കിൽ സിനിമയാണെങ്കിലും ഒക്കെ പുറത്തുനിന്ന് വരുന്നതാണ്. ഈ പുറത്തുനിന്ന് നമ്മൾ എന്തിനെ സ്വീകരിച്ചാലും ശരീരത്തെ ബാധിക്കുന്നുണ്ട്. എന്തിനെ, ശ്വാസത്തെ സ്വീകരിച്ചാൽ പോലും ശരീരത്തെ ബാധിക്കുന്നുണ്ട്. അത് പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടാണോ എന്നുള്ളതാണ് കാര്യം. ഈ ഭക്ഷണം, വായു, വാർത്തകൾ, കാഴ്ചകൾ, പിന്നെ ജീവിതത്തിലെ അനുഭവങ്ങൾ, ഇതൊന്നും അല്ലാതെ പിന്നെ നമ്മൾ പുതുതായിട്ടുണ്ടാക്കിയ സാധനങ്ങൾ, ഇപ്പൊ ബേക്കറി ഐറ്റംസ്, അല്ലെങ്കിൽ മയക്കുമരുന്നുകൾ, അല്ലെങ്കിൽ ഉത്തേജകങ്ങൾ, ഈ വക കാര്യങ്ങളെല്ലാം ഉള്ളിലേക്ക് കയറ്റുന്നത് സ്വാഭാവികമായിട്ട് അകത്തേക്ക് കയറുന്ന വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കയറി ഇറങ്ങി പോകും. ഇപ്പൊ ശ്വാസം കയറുന്നു ഇറങ്ങുന്നു, അതുകൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത്. സ്വാഭാവികമായ വെള്ളം കുടിക്കുന്നു, ഒരു കുഴപ്പമില്ല, അത് കയറി പൊക്കോളും. സ്വാഭാവികമായ ഭക്ഷണം, ഫ്രൂട്ട്സോ അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കുന്നു, നമ്മുടെ ശരീരത്തിന് ഉതകുന്ന ഭക്ഷണം കഴിക്കുന്നു, അതും കയറി ഇറങ്ങി പോകും. അതിനും അപ്പുറത്തേക്ക് എന്ത് കഴിച്ചാലും അത് അസ്വസ്ഥത ഉണ്ടാക്കും. ഇപ്പോ വിഷമുള്ള ഭക്ഷണങ്ങൾ കഴിച്ച ശരീരം ഉടനെ പ്രതികരിക്കും. വലിയ വിഷമില്ല, ചെറിയ വിഷമാണെന്നുള്ള ഒരു കാര്യമാണെങ്കിലും വിഷം മാത്രം അല്ല നമ്മളെ ബാധിക്കുന്നത്, വിഷമാകുന്നതാണ്. വലിയ വിഷം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ഛർദ്ദിക്കുകയോ മനം പുരട്ടുകയോ അല്ലെങ്കിൽ വയറിളകുകയോ സ്തംഭിക്കുകയോ മോദം പോവുകയോ ഒക്കെ ചെയ്തു എന്ന് വരും. പക്ഷെ നമ്മൾ കഴിക്കുന്ന പലതും വിഷാംശമുണ്ടെങ്കിലും നമ്മളെ ബാധിക്കില്ല. കാരണം എന്താ, നമ്മൾ ചെറിയ കാലം മുതലേ അത് ശീലിച്ചു വന്നു കഴിഞ്ഞു. പിന്നെ മാത്രമല്ല, വിഷം മാത്രമല്ല നമ്മളെ ബാധിക്കുക, മറ്റ് ഘടകങ്ങളും, ഈ ജീവിതത്തിൽ വരുന്ന മറ്റ് അസ്വാഭാവികതകൾ സ്വാധീനം ചെലുത്തും. നമ്മുടെ പാരഡൈമിനെ ബ്രേക്ക് ചെയ്യുന്ന എന്ത് കാര്യങ്ങൾ വന്നാലും, നമ്മുടെ കാഴ്ചയെ, നമ്മുടെ അനുഭവങ്ങളെ ബ്രേക്ക് ചെയ്യുന്ന എന്ത് വന്നു കഴിഞ്ഞാലും അത് നമ്മളെ നമുക്ക് നമ്മുടെ മുകളിൽ സ്വാധീനം ചെലുത്തി നമുക്ക് തടസ്സം നിൽക്കുകയും ചെയ്യും. പക്ഷെ അതങ്ങനെ കുറെ ആകുമ്പോൾ അത് സാധാരണ ജീവിതമാണെന്ന് കരുതും. ഇപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു ഉദാഹരണമല്ലോ, 28 കെട്ടുന്ന ഒരു കുട്ടിയുടെ വായിലേക്ക് കുറുക്ക് ബന്ധുക്കളൊക്കെ കൂടെ വെച്ചു കൊടുത്തു 28 ദിവസമേ കഴിഞ്ഞിട്ടുള്ളൂ. ഭൂമിയിൽ കാണാൻ തുടങ്ങിയിട്ട് 28 ദിവസമേ ആകുന്നുള്ളൂ. അമ്മയുടെ പാലല്ലാതെ മറ്റൊന്നും കൊടുക്കാൻ പാടില്ലാത്ത ആ ദിവസങ്ങളിൽ നമ്മൾ 28 ദിവസം, ഒരു ചാന്ദ്രമാസം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ കുഞ്ഞിന്റെ വായിലേക്ക് ഈ ധാന്യത്തിന്റെ കുറുക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ വിചാരം ഇത് പുണ്യമായിട്ടുള്ള ഒരു സാധനമാണെന്നുള്ള. പക്ഷെ അത് കഴിക്കുന്നതോടുകൂടി കുഞ്ഞിന്റെ ആ ഒരു സ്വാഭാവികാവസ്ഥ തെറ്റാൻ തുടങ്ങും. ആദ്യം തന്നെ ആശുപത്രി കൊണ്ടുപോകേണ്ടി വരും. പക്ഷെ നിരന്തരം ഇത് കൊടുത്ത് കുഞ്ഞിതിനോട് പ്രതികരിക്കാതെയോ. അങ്ങനെയാണ് നമ്മളൊക്കെ വലുതായി കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ കാണുന്ന ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങിയത്. കഴിച്ചിട്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല എന്ന് തോന്നുന്നത് ശക്തമായ പ്രതികരണം വരാത്തത് നമ്മൾ ശീലിച്ചത് കൊണ്ടാണ്. പക്ഷെ ദിവസവും ഇത്തരത്തിലുള്ള ഫുഡ് കഴിക്കുകയാണെങ്കിൽ, ദിവസവും ഇത്തരത്തിലുള്ള സാധനങ്ങൾ അകത്ത് കയറുകയാണെങ്കിൽ അത് ആരോഗ്യം പതിയെ തകരും. കാരണം ആരോഗ്യത്തെ പുനഃസ്ഥാപിക്കാനുള്ള സമയമോ അതിനുള്ള അവസരമോ നമ്മൾ കൊടുക്കാതെ വീണ്ടും കൊടുക്കുകയാണെങ്കിൽ അത് തകരും. അപ്പോ ഈ വിധത്തില് താളത്തെ, സ്വാഭാവികമായ താളത്തിന് ഒഴുകാൻ വേണ്ടി അതേ താളത്തിൽ തന്നെയാണ് ഭക്ഷണം, ഈ ജങ്ക് ഫുഡും കൊടുക്കുന്നതെന്ന് ആലോചിക്കണേ. ഈ സ്വാഭാവിക താളത്തിൽ തന്നെ വിഷകരമല്ലാത്തതോ വിഷമായിട്ടോ കൊടുത്തു കഴിഞ്ഞാലും ശരീരം തകരും. അപ്പൊ അവിടെ താളം തെറ്റുന്നത് എന്താണ്? ക്രമമുണ്ട് അവിടെ.
പക്ഷെ പ്രകൃതി നൽകിയ ഒരു താളമുണ്ട്. ആ താളവുമായിട്ട് അനുരൂപപ്പെടാതെ പോകുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. കാലം അതൊരു വിഷയമാണ്. ആധുനിക കാലമുണ്ടല്ലോ, ആധുനിക കാലത്തെ ജീവിതം നമ്മളെ ക്രമം തെറ്റിക്കുന്നില്ലേ? കൃത്രിമമായിട്ട് ഒരുപാട് ജീവിതശൈലികൾ നമ്മൾ ലൈറ്റ് ഇല്ലാണ്ട് ഉറങ്ങില്ല. ലൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ രാത്രി വൈകിയേ ഉറങ്ങുള്ളൂ. നമുക്ക് യാത്രാ സൗകര്യങ്ങൾ ഉള്ളത് ശരീരത്തെ വളരെ വേഗത്തിൽ ചലിപ്പിക്കും. ഒരുപാട് ദൂരങ്ങളിൽ യാത്ര ചെയ്യും. അവിടെയുള്ള നമുക്ക് ഉചിതമല്ലാത്ത നമ്മുടെ പ്രദേശത്തെ, നമ്മുടെ ശരീരം എവിടേക്കാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് ആ സ്ഥലം വിട്ടിട്ട് ദൂരേക്ക് യാത്ര ചെയ്ത് നമ്മൾ അവിടെ ചെന്ന് നിന്നിട്ട് പലതും കഴിക്കുകയും സ്വീകരിക്കുകയും ചെയ്യും. നമ്മൾ ഇപ്പോ എന്റർടൈൻമെന്റിന്റെ ഒരു ലോകമാണ്. നമുക്ക് ഈ ഡിജിറ്റൽ എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട്. ആ എക്യുപ്മെന്റ്സ് ഒക്കെ വഴി നമ്മൾ ശരീരത്തിന് ആവശ്യത്തിന് കിട്ടേണ്ടുന്നതിനും അധികമായിട്ടുള്ള വിനോദമാണ് നമുക്ക് കിട്ടുക. ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്വാധീനം, ഒരു വല്ലാത്ത സ്വാധീന വലയത്തിലാണ് നമ്മൾ ഉണ്ടാകുന്നത്. പക്ഷെ ഇതൊന്നും നമ്മൾ മനസ്സിലാക്കില്ല. സോഷ്യൽ മീഡിയയിൽ മണിക്കൂറുകൾ ചെലവഴിച്ചാലും നമുക്കത് മനസ്സിലാവില്ല. നമ്മുടെ ടെൻഷൻ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്, നമുക്ക് എന്തുകൊണ്ടാണ് ക്ഷീണം ഉണ്ടാവുന്നത്, നമ്മളെ മനസ്സിലാവില്ല. പക്ഷെ ഇതെല്ലാം നമ്മുടെ ഉള്ളില് ഇംബാലൻസ് തീർക്കുന്നുണ്ട്. ഉള്ളിൽ ഭയങ്കരമായിട്ട് അസന്തുലിതാവസ്ഥ ഉണ്ടാക്കുന്നുണ്ട്. ഈ അസന്തുലിതാവസ്ഥ നമ്മുടെ ജീവിതത്തെ പുതിയ പ്രതിസന്ധികളിലേക്കാണ് എത്തിക്കുക. ഈ ശരീരം അതിന്റെ അകത്തുള്ള ഈ അസ്വസ്ഥതയ്ക്കുണ്ടല്ലോ, അതിന് ചില പ്രത്യേക രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കാറുണ്ട് ചില സമയങ്ങളിൽ. ഈ ചില പ്രത്യേകതര പ്രതികരണങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ചില കാര്യങ്ങളോട് പ്രത്യേക താല്പര്യം തോന്നിച്ചിട്ടായിരിക്കും, ചിലപ്പോൾ താല്പര്യം പിൻവലിച്ചിട്ടായിരിക്കും. എന്താണെങ്കിൽ ഉള്ളിലെ അസ്വസ്ഥത നമ്മുടെ ചിന്തകളെ ബാധിക്കും. അത് പ്രത്യേക രീതിയിൽ ശരീരം കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ്. ഈ ചിന്തകളെ ബാധിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ പെരുമാറ്റത്തെ ബാധിക്കും, നമ്മുടെ ഡിസിഷൻസിനെ ബാധിക്കും, നമ്മുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കും, ലൈഫ് സ്റ്റൈലിനെ ബാധിക്കും. അപ്പോ ഈ മാനസിക സമ്മർദ്ദം പോലുള്ള ആന്തരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്തൊക്കെ തന്നെ കോപം ഉണ്ടാവുക, ഭയം ഉണ്ടാവുക, ആശയക്കുഴപ്പം ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവുന്ന സമയത്തെല്ലാം തന്നെ നമ്മുടെ ഉള്ളിലെ ആ ടർബുലൻസ് വർദ്ധിക്കും. അപ്പൊ ഇത് നമ്മൾ അറിയാതെ ചെയ്തു പോകുന്നതുണ്ട്, അറിഞ്ഞു ചെയ്തു പോകുന്നതുണ്ട്. നമുക്ക് അറിയാം, തിരുത്താൻ തയ്യാറല്ല എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. അപ്പോ ഈ ജീവിതത്തിലെ എല്ലായിടത്തും താളങ്ങളുണ്ട്. ആ താളത്തെ നമ്മൾ മനസ്സിലാക്കാതെ, പ്രകൃതി നൽകിയ താളത്തെ മനസ്സിലാക്കാതെ, അതിനോട് അനുരൂപപ്പെടേണ്ട താളത്തെ മനസ്സിലാക്കാതെ പോയാൽ ഇത് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും നല്ല പോലെ ബാധിക്കും. പിന്നെ എന്താ ഇതിനൊരു പരിഹാരം? പ്രകൃതി നൽകിയ താളം എന്താണെന്ന് കണ്ടെത്തുക, സ്വാഭാവികമായ ജീവിതത്തിലേക്ക് മടങ്ങുക. അവിടെ ശരീരത്തിന്റെ താളം വീണ്ടെടുക്കണം, മനസ്സിന്റെ താളം വീണ്ടെടുക്കണം, പ്രാണന്റെ താളം വീണ്ടെടുക്കണം, നമ്മുടെ ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന്റെ താളം വീണ്ടെടുക്കണം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് പണ്ട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ടായത്. നമ്മുടെ സ്വാഭാവിക ക്രമത്തിലേക്ക് കൊണ്ടുവരാൻ, താളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, നമ്മുടെ ധർമ്മത്തിന്റെ ക്രമത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, ഹാർമണിയുടെ ക്രമത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അത് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അസ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം മാറിപ്പോണം. ശരിയായ സമയത്ത് ഉറങ്ങണം, ശരിയായ സമയത്ത് ഭക്ഷണം കഴിക്കണം, ശരിയായ മനസ്സിനെ ശാന്തമാക്കി വെക്കണം, ശരിയായ രീതിയിൽ ഹാർമണിയസ് ആവണം, ശരിയായ സാമൂഹ്യ ബന്ധങ്ങൾ സൂക്ഷിക്കണം. ഇങ്ങനെ അത് നിരന്തരമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോ ജീവിതം തിരുത്താൻ ഈ പുറത്തെ സാഹചര്യങ്ങളെല്ലാം മാറ്റിയാൽ മതിയാവുമെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവിടെയല്ല, നമ്മുടെ അകത്താണ് മാറ്റം വരുത്തുന്നത്. ജീവിതത്തിൽ ക്രമം വരികയാണ് വേണ്ടത്. നമ്മളത് അനുഭവിച്ച് പുതിയ പുതിയ താളങ്ങൾ പഠിക്കണം. ജീവിതത്തിൽ പല താളങ്ങളുണ്ട്. ആ താളങ്ങളുമായിട്ട് നമ്മൾ അനുരൂപപ്പെടണം. അങ്ങനെ അനുരൂപപ്പെടാൻ വേണ്ടിയുള്ള പരിശീലനം, ഇപ്പൊ കോട്ടക്കാർ വെച്ച യോഗ സാധന തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ പതുക്കെ നമ്മുടെ ജീവിതത്തിന്റെ പരിസരത്തുള്ള താളങ്ങളെ അറിയുകയും അതിനെ മനസ്സിലാക്കി അതിനോട് അനുരൂപപ്പെടാൻ പാഠത്തിലാകുകയും ചെയ്യും. നമ്മളതൊരു കൃത്യമായിട്ടൊരു പാഠമായിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ മനസ്സിലാക്കുക, ജീവിതം എന്ന് പറയുന്നത് ഒരു ജീവന്റെ നിരന്തരമായിട്ടുള്ള ചലനത്തിന്റെ പ്രവാഹമാണ്. അതിനൊരു താളമുണ്ട്, അതിനൊരു ക്രമമുണ്ട്. അത് തെറ്റിയാൽ ജീവിതം മുഴുവൻ അസ്വസ്ഥമാകും. അത് ശരിയായി പോകണമെന്നുണ്ടെങ്കിൽ ജീവിതം സ്വാഭാവികമായിട്ടുള്ള താളത്തിലേക്ക് വരണം. തെറ്റായ ശീലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ക്രമം തെറ്റും. പ്രകൃതിയോട് ചേർന്ന ജീവിതമാണെങ്കിൽ ആരോഗ്യം തിരിച്ചു വരും. മനസ്സിന്റെ ആരോഗ്യം, ജീവിതത്തിന്റെ ആരോഗ്യം തിരിച്ചു വരും. അപ്പോ സ്വാഭാവികമായ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ പ്രകൃതിയോട് അണങ്ങിയുള്ള, പ്രകൃതി നിയമങ്ങളെ ആധാരമാക്കിയിട്ടുള്ള ഒരു ജീവിതക്രമം കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന കാര്യം മനസ്സിലാക്കുക. ജീവിതത്തിന്റെ മറ്റു മണ്ഡലങ്ങളിലെ താളത്തെക്കുറിച്ച് നമുക്ക് വരും ദിവസങ്ങളിൽ സംസാരിക്കും. അതുവരേക്കും ഈ ഓർമ്മകളായി മുന്നോട്ട് പോകട്ടെ. നന്ദി, നമസ്കാരം.
കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന്